In Tally ERP provides 28 group and subgroups accounts. Main groups under primary have 15 groups. Subgroups 13 groups accounts. We can create a ledger under these subgroups or main groups. These groups helps our inputting entries passed accurately to the financial schedules. If you have any mistake in creating a ledger, to select under groups, that is the group of subgroups. Anytime we can change the group or subgroup of that ledger. Here we see group, subgroup and ledger structure. Indirect expense primary group in Tally. Salaries account is group account. We create salaries of head office and salaries of branch office. രണ്ട് subgroup account under the salaries account create ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. അവിടെ നമ്പർ ഓഫ് എംപ്ലോയീസ് കാണും. സാലറീസിൻ്റെ ഹെഡ് ഓഫീസ് സാലറീസ് കാണും, ബ്രാഞ്ച് ഓഫീസ് സാലറി. നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ ഓരോ ബ്രാഞ്ചിനും നമുക്ക് സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കി സെപ്പറേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം. അത് ഓരോ ഗ്രൂപ്പിലും നമ്മൾ എംപ്ലോയീസിൻ്റെ പേരിൽ ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുക. അത് അണ്ടർ സാലറീസ് ഓഫ് ഹെഡ് ഓഫീസ് എംപ്ലോയി, ഹെഡ് ഓഫീസിൻ്റെ കീഴിൽ. സാലറീസ് ഓഫ് ബ്രാഞ്ച് ഓഫീസിൻ്റെ കീഴിൽ. പിന്നെ മൾട്ടി സബ് ഗ്രൂപ്പ് ഐറ്റംസ് നമുക്ക് അണ്ടർ സാലറിയുടെ കീഴിൽ ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കറണ്ട് അസറ്റിൻ്റെയാണ് നമ്മളിവിടെ കാണുന്ന. ബാങ്ക് എന്ന് പറയുന്നൊരു കറണ്ട് അസറ്റാണ്. ഇവിടെ 3 ഇയേഴ്സ് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. SBIയുടെ പാലാ ബ്രാഞ്ചും ഉണ്ട്, SBIയുടെ പാലാ സൗത്ത് ബ്രാഞ്ചും ഉണ്ട്. ഓരോ അക്കൗണ്ടിൻ്റെയും ലാസ്റ്റ് 3 ഡിജിറ്റ് കൂടി ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യുമ്പോൾ, അതായത് എൻട്രി ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് പറ്റാതെ നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ യൂണിയൻ ബാങ്കിൻ്റെ പാലാ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടിൻ്റെ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് കൂടി കൊടുത്ത് നമ്മൾ 3 ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്ത് അണ്ടർ ബാങ്ക് അക്കൗണ്ടിൽ. ബാങ്ക് അക്കൗണ്ട് ഡിനോട്ട് ടു കറണ്ട് അക്കൗണ്ടാണ്. നമുക്ക് ഡയറക്റ്റ് ഇൻകം എക്സ്പെൻസും ഡിനോട്ട് ചെയ്യുന്ന ഗ്രോസ് പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റ് P&Lനകത്ത് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ഇൻപുട്ട് ഇൻഡയറക്റ്റ് ഇൻകംസും ഇൻഡയറക്റ്റ് എക്സ്പെൻസുമാണ് നമുക്ക് വരുന്നത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആകുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസും നോൺ ട്രേഡിംഗ് എക്സ്പെൻസ് ആയിട്ടുള്ളതെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് വരും. നോൺ ട്രേഡിംഗ് ഇൻകം ആണ്, നോൺ സെയിൽ ഇൻകം ആണ് ഇൻഡയറക്റ്റ് ഇൻകമായിട്ട് വന്നിരിക്കുന്നത്. നോൺ ട്രേഡ് ഇൻകമാണ് ഡയറക്റ്റ് ഇൻകമായിട്ട് വന്നിരിക്കുന്നത്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് ഏതാണ്? മാനുഫാക്ചറിങ് ആണ് ഡയറക്റ്റ് ട്രേഡിംഗ് എക്സ്പെൻസ്. അത് നമ്മളൊരു സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളിത് ഇതിലൊരു ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തുന്നു, അതനുസരിച്ചായിരിക്കും നമുക്ക് ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും ആക്യുറേറ്റ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. ഏതെങ്കിലും ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യണമെങ്കിൽ എനി ടൈം വി ക്യാൻ ചേഞ്ച് ഇൻ ടാലി. ഇവിടെ നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പർച്ചേസ് ലെഡ്ജറിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. മെയിൻ ഗ്രൂപ്പും സബ് ഗ്രൂപ്പും നമുക്ക് ഇൻ്റർസ്റ്റേറ്റും സ്റ്റേറ്റ് പർച്ചേസും ഉണ്ട്. ഇൻ്റർസ്റ്റേറ്റിന് സെപ്പറേറ്റ് ഗ്രൂപ്പ്, സ്റ്റേറ്റിന് സെപ്പറേറ്റ് ഗ്രൂപ്പ്. ഓരോന്നിലും വരേണ്ട പർച്ചേസ് ഹെഡുകളും അതിൻ്റെ ടാക്സിൻ്റെയുമാണ് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മളെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കമൻസുകൾ ആവശ്യമുള്ള റിക്വസ്റ്റ് ചെയ്യേണ്ടതാണ്. താങ്ക് യു, ബൈ. നെക്സ്റ്റ് വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യുക.